എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് കടച്ചക്ക വെച്ചിട്ടുള്ള ഒരു ബജിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു നോമ്പ് തുറക്കൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ബജി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു 8-9 പീസോളം എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കടച്ചക്ക എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നന്നായിട്ട് കനം കുറച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. എന്നാലാണ് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളു വേവാത്ത മാതിരി ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയും ചെറുതാക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, കടലമാവ്. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. അതുപോലെ തന്നെ 1/4 സ്പൂൺ കായം പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ ഗരം മസാലയും കൂടെയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലോട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എനിക്കൊരു ഏകദേശം ഒരു 3/4 ഗ്ലാസോളം വെള്ളം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ നിങ്ങൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കടച്ചക്കമേ ഇത് നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടില്ല. അപ്പോൾ നമുക്കത് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഓരോ പീസ് കടച്ചക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലോട്ട് നമുക്ക് ഓരോ പീസ് കടച്ചക്കയുടെ പീസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു പുറംഭാവമൊക്കെ നന്നായിട്ട് ക്രിസ്പി ആവത്തുള്ളൂ. അതിനുശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം, എന്നാലാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഫ്രൈ ചെയ്ത്, അപ്പോൾ ഇത് വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. ഇത് നോമ്പ് തുറക്കുകയാണെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ. ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.